ഓട്ടോമാറ്റിക് കാർ നോക്കുന്നുണ്ടോ? ഒരു വമ്പ കളക്ഷൻ വന്നിട്ടുണ്ട്. ഏകദേശം 8-9 ഓട്ടോമാറ്റിക് കാറുകളാണ് വരുന്നത്. ഇതാ നിസാന്റെ മൈക്രോ വരുന്നതാ, ടാറ്റ ടിയാഗോ വരുന്നതാ, ഡ്രൈവർ വരുന്നതാ, സ്വിഫ്റ്റ് വരുന്നതാ, ബലോന വരുന്നതാ, ഇഗ്നിസ്, വാഗ്നർ, അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട്. നമ്മൾ ഇന്ന് വീണ്ടും നമ്മൾ എറണാകുളം കാറൻ ബൈക്കിലാണ് എത്തിയിട്ടുള്ളത്. റാംബ്രോ ഓഫർ ഉണ്ടോ? ഓഫർ ഉണ്ടല്ലേ? ഈ പ്രാവശ്യം എന്താ സ്പെഷ്യൽ ഓഫർ എന്താ ഉള്ളത്? ഈ മാസം ഗോൾഡ് കോയിൻ ഓഫർ. ഗോൾഡ് കോയിൻ ഓഫറാണ്. ഗോൾഡ് കോയിൻ ഉണ്ട്, 3M ടഫ്ലോൺ കോട്ടിംഗ് ഉണ്ട്. അതായത് ഇവിടെ എടുക്കുന്ന എല്ലാ വണ്ടികൾക്കും. അതുപോലെ തന്നെ 2 ഇയർ വാറന്റി വരുന്നുണ്ട്, 1 ഇയർ റോഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, പിന്നെ നിങ്ങളെ തന്നെ സർവീസ് വരുന്നുണ്ട്, സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏകദേശം ഇപ്പം ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു 8-9 ഓട്ടോമാറ്റിക് വണ്ടികളാണ്. കാരണം ഓട്ടോമാറ്റിക് വണ്ടിക്ക് വമ്പ എൻക്വയറി കൂടുതലാണ്, ഡിമാൻഡ് കുറച്ച് കൂടുതലാണ്. ഓട്ടോമാറ്റിക് ആണ് ഫസ്റ്റ് കാണിച്ചത്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും പോയി ചെയ്തല്ലേ? ഓക്കെ. നമ്മൾ ഫസ്റ്റ് തന്നെ നിസാന്റെ മൈക്രാണ് വരുന്നത്. അതിന് മുമ്പ് നമ്മൾ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ലൊക്കേഷൻ വരുന്നത് ആലുവ ദേശം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ എയർപോർട്ട് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ എയർപോർട്ട് സിഗ്നൽ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡ് ആയിട്ടും ഇവിടെ അതായത് എടപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ ആലുവ മാർത്താണ്ഡവർമ്മ പാലം കഴിഞ്ഞ് റൈറ്റ് സൈഡ് ആണ് നമ്മുടെ കാറൻ ബൈക്കിന്റെ ഷോറൂം വരുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്ന നിസാന്റെ മൈക്രാണ്. നമുക്ക് നിസാന്റെ മൈക്രോ എന്നാണ് തുടങ്ങാം. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വരുന്നത് 2015 മോഡലാണ്. 2015 മോഡൽ CVT ആണ് എഞ്ചിൻ. CVT ആണ് വരുന്നത്. ഇത് ഹിൽ ഹോൾഡും കാര്യങ്ങളും എല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ തന്നെ. കിലോമീറ്ററോ? 60,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്, വേറെ ആക്സിഡന്റ് ഹിസ്റ്ററിയോ വേറെ ഒന്നും വരുന്നില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററിയൊക്കെ പക്കാണ്. എല്ലാം പക്കയാണ്. എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് വരുന്നത് 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ പ്രൈസ് ആണ്. നിങ്ങളുടെ പ്രൈസ് ആണ്. അത് എന്തായാലും പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കും. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബോഡിയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ബോഡിയാണ് വരുന്നത്. എത്ര ലോൺ കയറും ഇതിന്? നമുക്ക് 2015 വണ്ടിയൊക്കെ ഒരു എങ്ങനെ പോലും ഒരു 90, അതായത് ഒരു 50,000 രൂപ വണ്ടി വരുന്ന സുഖമായിട്ട് ഇറക്കാൻ പറ്റും. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ടാറ്റ ടിയാഗോ ആണ് വരുന്നത്. ടിയാഗോ ഏതാ മോഡൽ? ടിയാഗോ 2019 മോഡൽ. 19 മോഡൽ സിംഗിൾ ഓർഡർ, 74,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 74,000 കിലോമീറ്റർ. 74,000 കിലോമീറ്റർ. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് വരുന്നത് 495. 495 ആസ്കിംഗ് പ്രൈസ് ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഒരു 50,000 രൂപ വണ്ടി വരുന്ന സുഖമായിട്ട് ഇറക്കാൻ പറ്റും. അതായത് നമുക്ക് ഈ വണ്ടിയിൽ ഇപ്പൊ മൊത്തത്തിൽ ഒരു 20,000 രൂപ ഓഫർ തന്നെ ഇപ്പൊ തന്നെ കയറിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ 2 ഇയർ വാറന്റി വരുന്നുണ്ട്, ഗോൾഡ് കോയിൻ വരുന്നുണ്ട്, ഒരു 5,000 വർത്ത് 3M പോളിഷും വരുന്നുണ്ട്. അത് കൂടാതെ ചെറിയൊരു നെഗോഷ്യബിളും ഉണ്ട്. ഒരു 50,000 രൂപയ്ക്ക് വണ്ടി ഇവിടെ ഇറക്കാൻ പറ്റും. ഇപ്പൊ നെക്സ്റ്റ് വരുന്ന റിനോൾട്ടിന്റെ ഡ്രൈവറാണ്. ഡ്രൈവർ ഫുൾ ഓപ്ഷൻ വണ്ടി 7 സീറ്റർ. 7 സീറ്റർ ആണ് വരുന്നത്. 7 സീറ്റർ ഒരു ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡ്രൈവർ എടുക്കാൻ പറ്റും. നല്ല മൈലേജും ഉണ്ട്. അത്യാവശ്യം ഒരു എത്ര മൈലേജ് വരുന്നുണ്ട്? ഇത് ഒരു എങ്ങനെ പോയാലും ഒരു 16 to 18 ആ ഒരു റേഞ്ചിൽ എന്തായാലും മൈലേജ് വരുന്നുണ്ട്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ആണ്. 2020 മോഡൽ, 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 47,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നത്. ടയർ കുറച്ച് മോശമാണ്. 47,000 ഓടിയ ടയറാണ്. ടയർ മാത്രം കണ്ടീഷൻ കുറച്ച് കുറവാണ്. ബാക്കി വണ്ടി പക്ക ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എല്ലാം വരുന്നുണ്ട്. ഇത് 650 നമ്മൾ ചോദിക്കും. 650 എന്തായാലും ചെറിയ രീതിയിൽ എന്തായാലും മാറ്റം വരും. ഒരു 65,000-70,000 രൂപ വണ്ടി എടുക്കാൻ പറ്റും. കാരണം 2020 മോഡലാണ്. ഒരു 70,000 രൂപ വണ്ടി വരുന്ന സുഖമായിട്ട് നടക്കാം. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു സ്വിഫ്റ്റ് ആണ് വരുന്നത്. സ്വിഫ്റ്റ് ഏതാണ്? സ്വിഫ്റ്റ് നമ്മളെല്ലാവരും ചോദിച്ചു വരുന്ന മോഡലാണ്. സ്വിഫ്റ്റ് VXI ഓട്ടോമാറ്റിക് ആണ്. VXI ഓട്ടോമാറ്റിക് 27,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. ഏതാ മോഡൽ പറഞ്ഞത്? 2021 സിംഗിൾ ഓണർഷിപ്പ്, 27,000 കിലോമീറ്റർ ഓടിച്ച VXI ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. എല്ലാം പക്കയാണ്. നമ്മൾ ചോദിക്കുന്നത് 765 ആണ്. 7,65,000. പ്രൈസ് നെഗോഷ്യബിൾ ആണോ? പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഒരു 80,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ ഇറക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് മാരുതിന്റെ ബലോൺ ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2000. ഇതും CVT ആണ് വരുന്നത്. CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. 2019 അല്ലേ പറഞ്ഞത്? 2017 വണ്ടി, 47,000 കിലോമീറ്റർ. 2017 40,000 കിലോമീറ്റർ. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എല്ലാം പക്കയാണ്. നമ്മൾ ചോദിക്കുന്നത് 740 ആണ്. 7,40,000. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. എത്ര ലോൺ കയറും? ഇതും നമ്മൾ ഈ 17,000 എങ്ങനെ പോയാലും ഒരു 95% വരെ കയറും. മാക്സിമം ലോൺ കയറും. ഒരു ഇഗ്നീസ് വരുന്നുണ്ട്. ഇഗ്നീസ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇഗ്നീസ് വരുന്നത് 2017 ടോപ്പ് എൻഡ് ആൽഫ വേരിയന്റ്. 2017 ടോപ്പ് എൻഡ് ആൽഫ ആണ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 37,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. സ്റ്റെറിയൊക്കെ പക്കായിരിക്കും അല്ലേ? പക്കയാണ്. ഒരു അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് വരുന്നത് 635 ആണ്. 6,35,000. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. മാക്സിമം ഇതേമാതിരി തന്നെ ഒരു 60-70 രൂപ വണ്ടി ഇറക്കാം. ഇനി അതേപോലെ തന്നെ ഒരു വാഗണർ നോക്കുന്ന ആളാണെങ്കിൽ വാഗണർ വരുന്നത് 2017 മോഡൽ സെക്കൻഡ് ഓണർ ആണ്. 2017 സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 57,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ചെറിയ രീതിയിൽ ഫ്രണ്ടിൽ ബമ്പറൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അത് ഹിസ്റ്ററിയിൽ ഉള്ളതാണ്. ഇതിൽ തന്നെ മാറിയിട്ടുള്ളത്. നമ്മളെ
നമ്മുടെ ഇൻഷുറൻസിൽ മാറിയിരിക്കുന്നത്. ഓക്കെ, പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് 440 വരും. 440. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ഇതേപോലെ തന്നെ ഒരു 50,000 വണ്ടി വേണം സുഖമായിട്ട് ഇറക്കാം. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? നമ്മൾ ഇനി 2021 മോഡൽ കൈഗറാണ്. 2021 മോഡലല്ലേ, റിനോൾഡിന്റെ. ഇത് വെറും 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 11,000 കിലോമീറ്റർ. ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് എന്താണ്? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ്. ഇന്ത്യയിലൊക്കെ വാറണ്ടി കിടക്കുന്ന വണ്ടിയാണ്. വാറണ്ടി കമ്പനി വാറണ്ടി എടുക്കുന്നത്, റിനോൾഡിന്റെ വാറണ്ടി എടുക്കുന്നുണ്ട്. എത്ര വരെയുണ്ട്? ഇത് നമ്മൾ ചോദിക്കുന്നത് 740 അല്ല, വാറണ്ടി എത്ര ഇയർ? നമുക്ക് 3 കൊല്ലമാണ് വരുന്നത്. ഇനി 3 കൊല്ലം അഡീഷണൽ, 2 കൊല്ലം കൂടി. ഇനി 2 കൊല്ലം കൂടി ഉണ്ടല്ലേ? ഓക്കെ. അത് കൂടാതെ ഇവിടെയുള്ള മിക്ക വണ്ടികൾക്കും 2 ഇയർ വാറണ്ടി 2017 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും. ഇപ്പൊ നമ്മൾ കാണിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും 2 ഇയർ വാറണ്ടി. 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്. 1 ഇയർ റോഡ് അസിസ്റ്റന്റ് മൈക്രോ ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടികൾക്കും 2 ഇയർ വാറണ്ടി. മൈക്രോക്ക് 1 ഇയർ ആണ്. അതായത് 2017 മുതലാണ് 2 ഇയർ വാറണ്ടി വരുന്നത്. ഓക്കെ. കൂട്ടത്തിൽ ഒരു മാനുവൽ കാണിക്കുക, അത് റിനോൾഡിന്റെ ടെസ്റ്റർ. ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്ന 2020 ഓട്ടോമാറ്റിക് അല്ല കേട്ടോ, 2020 മാനുവൽ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ 14,000 കിലോമീറ്റർ വണ്ടി ഓടി. വെറും 14,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പെട്രോൾ അല്ലേ വരുന്നത്? പെട്രോൾ ഒരു 15-16 മൈലേജ് എന്തായാലും കിട്ടും. മൈലേജ് 85 PS വരുന്നത്. ഓക്കെ ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 850 നമ്മൾ ചോദിക്കും. 850 ആണ് ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ. ഒരു 1 lakhിനുള്ളിൽ ഉണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട് ഇവിടെ നടക്കാൻ പറ്റും. ഓ, അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബോഡി വൃത്തിയുള്ള ഒരു ബോഡിയാണ് വരുന്നത്. ഇനി നമുക്ക് ഷോറൂമിലേക്ക് പോയാലോ? ഇനി അവിടെ പോവാം. അപ്പൊ നമ്മൾ യാർഡിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത്, ഫസ്റ്റ് അല്ല 9ാമത് വണ്ടി നോക്കാൻ പോകുന്നത് i20 ഡീസൽ ആണ് വരുന്നത് അല്ലേ? സ്പോർട്സ് ആണ്. സ്പോർട്സ് ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2016 സിംഗിൾ ഓണർ, 89,000 കിലോമീറ്റർ. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. സർവീസും കാര്യങ്ങളൊക്കെ സർവീസ് ഒക്കെ പക്ക ഉള്ള. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇത് 595. 595 ലാസ്റ്റ് ആണോ? ഇത് നമുക്ക് ലാസ്റ്റ് ആണ്, എന്നാലും ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോസിയേഷൻ ചെയ്ത് കൊടുക്കാം. ഒരു 60,000-70,000 വണ്ടി വണ്ടി. ഈ ഹോണ്ട ജാസ് കൊടുക്കാറുള്ളതാണോ? ഹോണ്ട ജാസ് 2019 ആകെ 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ ആണ് വരുന്നത്? പെട്രോൾ ആണ് വരുന്നത്. മാനുവൽ ആണ് വരുന്നത്. വി വേരിയന്റ്. റീപ്ലേസ്മെന്റും കാര്യങ്ങളും 29,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് ആണ് വരുന്നത്? ഇത് 710 ആണ്. 710. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഒരു 80-800 വണ്ടി ആ നെക്സോൺ കൊടുക്കാനുള്ളതാണോ? നെക്സോൺ കൊടുക്കാനുള്ളതാണ്. അത് 2021 17 കാരണം ഷോറൂം വന്നിട്ട് മറ്റേ വണ്ടി കൊടുക്കാനുള്ളതാണോ ചോദിക്കാൻ ചിലപ്പോ എന്നെ കുത്തേണ്ടി വരും. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 17,000 കിലോമീറ്റർ. വെറും 17,000 കിലോമീറ്റർ. 21 മോഡൽ വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ. നമ്മുടെ ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്ന വേരിയന്റ്. തൊട്ട് താഴെ വരുന്നത് XZ പ്ലസും കൂടെ ഉണ്ട്. ഓക്കെ. പെട്രോൾ അല്ലേ വരുന്നത്? പെട്രോൾ വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് വരുന്നത് 945. 945. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അതും ചെറിയ രീതിയിൽ ചെയ്ത് കൊടുക്കാം അല്ലേ? അതൊരു 1 lakh ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. ഇനിയിപ്പോ നെക്സ്റ്റ് ആ ഒരു സെക്ഷനിലേക്ക് ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഡാർസന്റെ റെഡിഗോ അല്ലേ? ടി എന്ന് പറയുന്ന വേരിയന്റ് 2017-18 രജിസ്ട്രേഷൻ. 17 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. 215 215 ചോദിക്കുന്ന പ്രൈസ്. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് നമ്മളെ 2 വർഷം വാറണ്ടി കയറില്ല? ഉണ്ട് 2 വർഷം. 2 വർഷം വാറണ്ടി കാര്യങ്ങൾ എന്തായാലും കയറും അല്ല? 1 ഇയർ റോഡ് അസിസ്റ്റന്റും കയറും മാക്സിമം. അതായത് എത്ര ലാസ്റ്റ് പ്രൈസ് പറഞ്ഞത്? 215 ആണ്. 215. അതായത് ഒരു 20-30 വണ്ടി ഓക്കെ. പ്രൊഫൈൽ അനുസരിച്ചാണ്. റെഡിഗോ 2017 മോഡൽ വണ്ടി ഇവിടെ നടക്കുക. ഇനി അതേപോലെ തന്നെ ഈ ടിയാഗോ ഡീസൽ ആണ് വരുന്നത്. ടിയാഗോ താഴെ ഡീസൽ വണ്ടി ചോദിച്ചു വരുന്ന കസ്റ്റമേഴ്സാണ്. 70,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർ ആണ്. ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2018 മോഡൽ. 2018. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇത് വരുന്നത് 495. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇനി വണ്ടികളൊക്കെ ഉണ്ട്. നമുക്ക് കുറെ വണ്ടികളൊക്കെ ബുക്കിംഗ് ആയതാണ്. അതുകൊണ്ട് ഇപ്പൊ എല്ലാത്തിനും നമുക്ക് കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ കാർ ബൈക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഷോറൂമത്തെ വണ്ടികൾ, ഇവിടെ എടുക്കുന്ന വണ്ടികൾ ഇവിടെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള യാർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ എത്ര സർവീസ് വരുന്നുണ്ട് ഫ്രീ ആയിട്ട്? ഇപ്രാവശ്യം നമുക്ക് സർവീസ് അല്ല ഫ്രീ ആയിട്ട് വരുന്നത്. നമുക്ക് വരുന്ന ആ ഒരു വെർത്തിന്റെ പോളിഷ് വരുന്നുണ്ട്. ഗോൾഡ് കോയിനും വരുന്നുണ്ട്. അത് ഓരോ ഓഫറിനനുസരിച്ച് ഓരോന്നും ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇത് നമ്മളെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത്? ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആലുവ ദേശം എന്ന് പറയുന്ന ലൊക്കേഷനാണ്. ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിന്റെ അടുത്തായിട്ട്. തൃശ്ശൂരിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സിനാണെങ്കിൽ നമ്മുടെ എയർപോർട്ട് സിഗ്നൽ, അത്താണി സിഗ്നൽ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡ് ആയിട്ട് ഹൈവേയിൽ തന്നെയാണ്. ഇനി എടപ്പള്ളിയിൽ നിന്ന് വരുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ എടപ്പള്ളി, അതായത് ആലുവ കഴിഞ്ഞ് ദേശം റൈറ്റ് സൈഡ് ആയിട്ട് വരുന്ന മാർത്താണ്ഡവർമ്മ പാലം കഴിഞ്ഞ് റൈറ്റ് സൈഡ് ആയിട്ട്. ഓക്കെ. അപ്പോൾ ഇവരുടെ റാമിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ കൊടുക്കുക. ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഓട്ടോമാറ്റിക് വണ്ടി ആണെങ്കിലും മാനുവൽ വണ്ടി ആണെങ്കിലും, ഇനിയിപ്പോൾ കാണിക്കാത്ത വണ്ടിൻ്റെ ഏതെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. 2 ഇയർ വാറണ്ടി, 1 ഇയർ റോഡ് അസിസ്റ്റന്റും അതുപോലെ തന്നെ ഈ പ്രാവശ്യം എടുക്കുന്ന വണ്ടികൾക്ക്
ഒരു ഗോൾഡ് കോയിനും ഫ്രീ അല്ലേ? അതെ, ഈ മാസം ഡെലിവറി എടുക്കുന്ന കസ്റ്റമർ ഈ മാസം ഡെലിവറി എടുക്കുന്ന എല്ലാ കസ്റ്റമർക്കും ഒരു ഗോൾഡ് കോയിനും ഫ്രീ ആണ്. അപ്പൊ തൽക്കാലം നമ്മളൊരു ബൈ.